ആകെ ചമ്മലായി. അറിഞ്ഞവരൊക്കെ കളിയൊക്കെ എന്നെ ഇപ്പൊ. ഞാൻ ഈ കോളേജിൽ നിന്ന് TC വാങ്ങി വേറെ ഏതെങ്കിലും കോളേജിൽ പോകാൻ പോവാ. നിനക്ക് തലയ്ക്ക് വട്ട. ആ പോട്ടടാ, കൊള്ളാൻ വേറെ എത്ര ആമ്പിളാരുണ്ട്. ഞാൻ എന്റെ കസിൻസിനോടൊക്കെ പറഞ്ഞു പോയി. മമ്മിക്കും അറിയാം. ഡാഡിയെ വിട്ട് പ്രപ്പോസലായിട്ട് ആലോചിക്കാന്നാ മമ്മി പറഞ്ഞിരുന്നത്. ഇനി ഇതറിയുമ്പോ എല്ലാരും എന്നെ കളിയാക്കും. പ്രപ്പോസലായിട്ട് ആലോചിച്ചാൽ ചിലപ്പോ അതിന് വിരോധം ഇല്ലെങ്കിലോ? അതെങ്ങനെ അറിയാ? നേരിട്ട് ചോദിക്കണം. ആരോട്? അവനോടോ? അവന്റെ വീട്ടുകാരോട്. ഹലോ, അതെ ജോയ ലൂക്കാസ്. ദുബായിൽ നിന്ന് ഞാൻ ഇന്നലെ വന്നു. ഇല്ല, നാളെ തന്നെ തിരിച്ചു പോകണം. കൊല്ലത്തെ ഷോറൂമിന്റെ പണികൾ നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ ഒരു സ്ഥലം ശരിയായിട്ടുണ്ട്, നോക്കട്ടെ. ആലുക്കാസ് ഇന്റർനാഷണലിന് ഇന്ത്യയിലെ എല്ലാ പ്രധാന സിറ്റികളിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നാ നടക്കട്ടെ. ഓക്കെ, നടക്കും സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് സാറിനെ മനസ്സിലായി. എന്റെ പേര് പ്രിയംവദ. അതെന്റെ ഫ്രണ്ട് ഷീല. ഡോക്ടർ പോളിന്റെ മോളാ. ഹലോ സർ. ഹലോ. സുന്ദരിയല്ലേ? സ്വഭാവം നല്ലതാ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നിങ്ങക്ക് എന്താ വേണ്ടത്? സാജൻ ജോസഫ്. സാജൻ ജോസഫോ? അത് കൊള്ളാം. സാജൻ ജോസഫിനെ അറിയില്ലേ? ആരീ ചങ്ങാതി? സാറിന്റെ ബ്രദർ സാജൻ ജോസഫ് വാലിക്ക. ബ്രദറോ? എനിക്ക് അങ്ങനെ ഒരു ബ്രദർ ഇല്ലല്ലോ. നമ്മുടെ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്നത്, കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടപ്പൻ. എനിക്ക് കോളേജിൽ പഠിക്കുന്ന ബ്രദർ ഒന്നുമില്ല. ചിലപ്പോ മകനായിരിക്കും. ശരി. സർ 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 അപ്പൊ മകനാണോ സർ? എനിക്കങ്ങനെ ഒരു മകനില്ല. എന്റെ ഭാര്യ മക്കളും ദുബായിലാണ്. ഞങ്ങളുടെ ഫാമിലിയിലൊന്നും സാജൻ എന്ന പേരിൽ ഒരാളില്ല. ഇനിയിപ്പോ അകന്ന വല്ല ബന്ധത്തിലും ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ശീലമോളെ, നിന്റെ അലുക്ക വെറും ഡ്യൂപ്ലിക്കേറ്റാ. ആലുക്കാസിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഒറിജിനലേ ഉള്ളൂ. 10 മാറ്റണ്ടേ? ഒരാലൂക്ക. എന്തായിരുന്നു ഇവന്റെ ഷൈനിങ്. ഇവനെ നമുക്ക് ഉരുക്കി അടിച്ച് പണിക്കുറ്റം തീർത്ത് കൊടുക്കണം. നീ കാമുകിമാർക്കൊരു മാതൃകയാടാ. നിന്റെ അസ്ഥിയിൽ പൊട്ടിവിടുന്ന പ്രേമം എത്ര പെട്ടെന്നാടാ കൊഴിഞ്ഞു വീണത്. അപ്പോ നമുക്കൊന്ന് ഒരുക്കി നോക്കല്ലേ? ഗുഡ് മോർണിംഗ്. സോറി, എനിക്കൊരു ഉപകാരം ചെയ്യോ? നോക്കൂ കുട്ടി, ഞാൻ ഇവിടെ വെറുതെ ടൈം പാസിന് വന്നതല്ല, പഠിക്കാനാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ മാഷേ. മനുഷ്യനായ ഒരു ഉപകാരം ചെയ്തൂടെ? ശരി, എന്താ വേണ്ട പറ. ആ ലുക്കാസ് ജ്വല്ലറിയില് ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമോ? ഞങ്ങൾക്ക് കുറച്ച് സ്വർണം എടുക്കാനാ. ഒന്ന് പരിചയപ്പെടുത്തി തന്നാ ഞങ്ങൾക്ക് കുറെ നല്ല സ്വർണം കിട്ടുമല്ലോ. ആലുക്കാസിലും നല്ല സ്വർണം മാത്രമേ ഉള്ളൂ, അതിനാരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എന്നാലും സാജൻ പറഞ്ഞാ ഞങ്ങൾക്ക് നല്ല VIP ട്രീറ്റ്മെന്റ് എങ്കിലും കിട്ടുമല്ലോ അല്ലേ? പിന്നെ നല്ല അസല ട്രീറ്റ്മെന്റ് കിട്ടും. എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്പം ബുദ്ധിമുട്ടെന്നേ, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. ചേട്ടനെന്തിനാ ചൂടാവണം? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. Shut your bloody mouth. എന്താ സാജാ? സർ, ഇവരെന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാം. സോറി സർ, ഞങ്ങളൊന്നും. നോ എക്സ്ക്യൂസ്. ഇതെന്താ ചന്തയാ? അല്ല സർ, ഇത് ലൈബ്രറി അല്ലേ? എന്താ പേര്? പ്രിയംവദ. പ്രിയംവദ? പ്രിയംവദ. പ്രിയംവദ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫസ്റ്റ് BA എക്കണോമിക്സ്. ഐഡന്റിറ്റി കാർഡ് എടുക്ക്. ഈ അവർ ക്ലാസ്സില്ലേ? തലവേദനയായതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരെ ഉപദ്രവിക്കാൻ ക്ലാസ്സും കട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക രണ്ടും. ഞാനിത് പ്രിൻസിപ്പലിലേക്ക് കൊടുത്തോളാം, അവിടുന്ന് വാങ്ങിച്ചോ. ഞാൻ പോയിക്കോട്ടെ മകൾ. സാജൻ ഇരിക്കൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എന്താ ഫാഷൻ പരേഡിനാ കോളേജിൽ വരുന്നത്? എന്ത് വേഷാടി ഇത്? ഭംഗിയില്ലേ അല്ലേ? പിന്നെ നല്ല ഭംഗിയാ. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇല്ല. ആ, അതിന്റെ കുഴപ്പാ. നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായ പറയുന്നത്. താങ്ക് യു മദർ. എന്ത്? അല്ല, എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ. പിന്നെ എന്ത് നല്ല അഭിപ്രായ? രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിക്കോളും. നീയൊക്കെ ഈ കോളേജിന്റെ അപമാന.
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ ഭാവി നശിപ്പിക്കുന്നത്? ഡോക്ടർ പോളിനെ ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തതല്ല, ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയി ഇരുന്നതാണ്. ഈ കുട്ടി പാവാ മദർ. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവളൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? നിന്നെ ശരിയാക്കി തരാടി. എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശമാണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ. നാളെ മൂലിയാ നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതൽ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല വേണമെങ്കിൽ ഇന്ന് തന്നെ നന്നാവാം. ആർക്ക് വേണമെങ്കിൽ? എനിക്കോ? എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ മറ്റു കുട്ടികളെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നാ താങ്ക് യു മദർ. നിന്റെ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഗാർഡിയനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ ഡാഡി എന്നെ കൊല്ലും. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മദറാണ് സത്യം. ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം. ആലുക്കാസിനെ ശല്യം ചെയ്തതിന് സോറി. ഗുരുവായൂരപ്പനാണ്, കർത്താവിനാണ്. ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം. ടീച്ചേഴ്സിന് ഞാൻ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. സാരില്ല മദർ, ഇനി ഉണ്ടാവാതിരുന്നാ മതി. മതി മതി, ഇത്തവണ ഞാൻ ക്ഷമിച്ചു. ഇനി നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാവരുത്. ഇല്ല. പിന്നെ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അത് വേണ്ട. ഈ കോളേജിനൊരു അന്തസ്സുണ്ട്. അതിന് യോജിച്ച വേഷം വേണം ധരിക്കാൻ. എല്ലാവർക്കും ഒരു മാതൃകയാവണം. മനസ്സിലായോ? Jean-Paul Sartre is one of the most famous എന്താ ഇത് പ്രിയമത? ഇങ്ങനെയാണോ കോളേജിൽ വരുന്നത്? സോറി സർ, 10 മിനിറ്റ് ലേറ്റ് ആയി. ട്രാഫിക് ബ്ലോക്ക്. അതല്ല ചോദിച്ചത്. ഈ വേഷം ചട്ടേമുണ്ടും. അയ്യോ സാറിന് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? ചിരിക്കണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടായി. എന്താ അവിടെ? Go to the class. എന്താ സർ, എന്താ പ്രശ്നം? ഈ കുട്ടി ഈശോമിശിയേക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് ചേർന്ന ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോ സാറിന് അത് ഇഷ്ടായില്ല. മദറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഗാർഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമ്പൗണ്ടിൽ പോലും കണ്ടുപോകരുത്. ഇഡിയറ്റ്. ഹായ് പ്രിയ. ഹായ്. വാ ഇറങ്ങ്. ഇറങ്ങണോ? പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ഡീല് ചെയ്യല്ലോ. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡാഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? പിന്നെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? അതെ അതെ. എന്നാലും ഡാഡിയും മോളോട്ട് തോന്നും. ഏയ് ഒരിക്കലും ഇല്ല. നല്ല സുന്ദരനല്ലേ? അതെ. ഡാഡിയുടെ പേരെന്താ പറഞ്ഞ? വാസുദേവൻ. അവസാനം വല്ല പിള്ള എന്നാരോ എന്തെങ്കിലും ചേർക്കും? ഇല്ല. അപ്പോ MT വാസുദേവൻ. MT ഇല്ല, വെറും വാസുദേവൻ. ഓ വെറും വാസുദേവൻ. ഓക്കെ ഓക്കെ ഓക്കെ. വെറും വാസുദേവൻ. എന്താ ഇത്? ഇത് കേക്ക്, ഇത് ലഡു. അല്ല ഇത് ജിലേബി, ഇത് ലഡു. അതൊക്കെ എനിക്കറിയാം. എന്തിനാ ഇതൊക്കെ? തിന്നാൻ. മദർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ തിന്നാനായിട്ടേ. എനിക്കിതൊക്കെ വാങ്ങിത്തരാൻ നിങ്ങൾ ആരാ? ഞാൻ യൂനുസേ വാസുദേവനെ. യൂനസ് വാസുദേവനോ? അല്ല പ്രിയംവദയുടെ. ഓ പ്രിയംവദയുടെ ഡാഡിയാണല്ലേ? നിങ്ങൾ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എന്താ ആ കുട്ടി അഴിച്ചു വിട്ടിരിക്കുകയാണോ? എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടിക്കൂട്ടുന്നറിയോ? സമയത്തിന് ക്ലാസ് വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കണോ? ഉഴപ്പി നടക്കാണ്. എന്തൊക്കെ വേഷം കെട്ടിയ കോളേജ് വരുന്നെന്നറിയോ? അയ്യോ മദർ ക്ഷമിക്കണം. ക്ഷമ എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. വേണ്ട, അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഓ ജീസസ്. അതെ മദർ, അവളുടെ മനസ്സൊട്ടും വിഷമിപ്പിക്കരുതെന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വിഷമിപ്പിച്ചാൽ അവളൊരു ഭ്രാന്തിയായി മാറും. നിങ്ങൾ കരയാതിരിക്കൂ. എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് പുറത്ത് പറയാമോ? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി. ഈശ്വര. സാരമില്ല, ഞാനിത് ആരോടും പറയില്ല. അവളുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മദർ.
താങ്ക് യു വെരി മച്ച്. ഓക്കെ മിസ്റ്റർ വാസുദേവൻ. വെറും വാസുദേവൻ. പറ, എന്താ പറഞ്ഞേ? എന്ത് പറയാൻ, സംഗതി ക്ലീൻ. ശരിക്കും പറ. എന്നെ കണ്ടപ്പോ തന്നെ ഒന്ന് ഭയന്നു. മേലിൽ പ്രിയക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു. പോരെ? എന്താ എന്നെ അഡ്രസ് ചെയ്തെന്നറിയോ? എന്താ? യങ് മാൻ. ഡാഡി ഞങ്ങളൊക്കെ പ്രിയയുടെ ഫ്രണ്ട്സ്. ഏത് ഡാഡി? ആരുടെ ഡാഡി? പൊടി. എന്ത് മനുഷ്യന്? ഇവളുമാർക്കത് കണ്ണു കണ്ടൂടെ? ഡാഡിന്ന് പോയി തന്റെ പോയി വിളിക്കട്ടെ ഡാഡിന്ന്. പകര് പോ. അയ്യോ സോറി, ഞങ്ങക്ക് ഇന്നൊരു ചെറിയ മീറ്റിംഗ് എന്ത് ഉണ്ടായിരുന്നു. മീറ്റിംഗ്? ഞങ്ങളുടെ കോളേജ് ഡേക്ക് ഞങ്ങള് ഫസ്റ്റ് ബി എക്കണോമിക്സ് ഒരു ഫാഷൻ ഷോ ചെയ്യണ്ടേ, അതിന്റെ ഒരു ആലോചന. കഷ്ടമുണ്ട് കേട്ടോ പ്രിയെ. ഇന്നൊരു നൂൺ ഷോക്ക് പോണെന്ന് ആശ, ഇന്നും പറ്റില്ല. അടുത്ത ആഴ്ച ഉണ്ടല്ലോ ന്യൂൺ ഷോ. അപ്പൊ ലവ് സ്റ്റോറി തീർന്നു പോവില്ലേ? ഹലോ, ഏ? ഒന്ന് വന്നേ. ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. ആരാ അത്? ഇയാളാണോ അയാള്? ഡോ. ആ മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടൊക്കെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോണവര് അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും. ആരാ? എന്റെ തന്തയുടെ മോളുടെ. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കരുത്. അതൊന്ന് മോളെ ഉപദേശിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. എന്നപ്പോ ഓക്കെ, ഓക്കെ. ഓക്കെ. ഏതാവൻ? ഇവനാ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആലുക്ക. മാമുക്കേ? മാമുക്കയല്ല, ആലൂക്ക. ആലുക്കാസ് ജ്വല്ലറി ഇവന്റെ എന്നാ ഭാവം. എന്നാ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ അറിയാത്ത ആലൂക്കേത്? എന്താ അവന്റെ അപ്പന്റെ പേര്? ജോസഫ് എന്നായിരിക്കും. സാജൻ ജോസഫ് ആലുക്കാണ് അവന്റെ പേര്. ജോസഫോ? ഇലക്ട്രിക് ജോസഫ് ആണോ? ഇലക്ട്രിക് ജോസഫോ? ആലൂക്കാസ് ഇലക്ട്രിക്കൽസ് നടത്തിയ ജോസഫ് ആലുക്ക ഉണ്ടായിരുന്നു. ബടാ പാർട്ടി ആയിരുന്നു. ഇപ്പൊ പൊളിഞ്ഞ് പാപ്പരായിരിക്കാണ്. കുതിരപ്പന്തയത്തിൽ കമ്പം കയറി തുളഞ്ഞതാ. എന്തൊരു മൂവ് എന്റെ മുതലാളി. ഞാൻ ഈ തേര് നീക്കിയ മുതലാളി എന്റെ റാണിയെ വെട്ടും, നീക്കിയില്ലെങ്കിലോ രാജാവിനെ വെട്ടും. ഓ, ഭയങ്കര കളിയാ കളിച്ച. സമ്മതിച്ചു, ഞാൻ തോറ്റേ. രാമകൃഷ്ണ, കളിയിലായാലും കാര്യത്തിലായാലും ജോസഫ് അലൂക്ക എന്നും ജയിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്തിനൊരു സമയമുണ്ട് ഇല്ലേ? പിന്നെ ചില വീഴ്ചകളൊക്കെ പറ്റി സമയദോഷം. പണം വരും പോകും പിന്നല്ലാതെ. എന്ന് വെച്ച് തറവാട്ട് പോയുമ്പോ പോകൂടോ? ആലുക്ക വടക്കന്മാര് നല്ല നമ്പൂരാര് മാർക്കം കൂടിയതാ. ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടോടോ. തൊഴുത്തിക്കിടന്ന് മോഹണ്ട്. അത് പള്ളി പറഞ്ഞാ മതി. ആലുക്ക ജോസഫ് ആണായിട്ട് ജീവിച്ചവനാ, മരിക്കുന്നത് ആണായിട്ട് തന്നെ വേണം. നീ അടുത്ത കളിക്കുന്ന നേരത്തെ രാമകൃഷ്ണ. അല്ല മുതലാളി, ഇതിപ്പോ ഉടനെ വേണോ? പലത് കഴിച്ചിട്ട് പോരെ? ഭയങ്കര വിശപ്പ്. നിന്റെ വയറ്റിനുള്ളത് എന്തുട്ടാ? ഏത് നേരം വിശപ്പ് വിശപ്പ്. അറിയില്ല, എനിക്ക് തീരെ വിശപ്പില്ല. ആണോ? എന്തോ ഗ്യാസ് കയറിയിട്ടുണ്ടോ തോന്നണേ. നീ പോയി ആലീസിനോട് ചോദിച്ച ഊണായോന്ന്? എന്റെ അമ്മേ, ഇഷ്ടപ്പെട്ടു.